ഷെഡ്യൂളെ. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ ഒരുങ്ങി വണ്ടിയൊക്കെ തുടച്ച് പോകണത് മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ. ഇന്നലെ രാത്രി ഒരു കൂട്ടുകാരൻ ചോദിച്ചു ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന്. ഞാൻ ഓക്കെ പറഞ്ഞു. ബ്ലഡിൻ്റെ കാര്യമായതുകൊണ്ട് ആർക്കാ എപ്പോഴാണ് വേണ്ടി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മളൊരു മടി കാണിക്കരുത്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ബ്ലഡ് കൊടുക്കാനായിട്ട്. ഇത് നമ്മുടെ കൂട്ടുകാരനാണ്. നമ്മൾ രണ്ടുപേരും പ്രവാസികളാണ്. അപ്പം മെഡിക്കൽ കോളേജിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ബ്ലഡ് വേണ്ട ആളെ ഫോം വിളിച്ച് ചോദിച്ചു. അവരുടെ കയ്യിലൊരു ഫോം ഉണ്ടാവും, അത് കൊടുത്താലേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൗണ്ടറിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടത്. ഇത് ആശുപത്രിയുടെ ഉള്ളിൽ രാവിലത്തെ കഞ്ഞി വിതരണം ചെയ്യണതാണ് കേട്ടോ. ഒരു രാഷ്ട്രീയത്തിൻ്റെയും പേരില്ലാതെ ഇവിടെ ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം. അങ്ങനെ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തന്നു. പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്ത് ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഒരു പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾക്ക് 6 മാസത്തിന് ശേഷം ധൈര്യമായിട്ട് ബ്ലഡ് കൊടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കൊന്നും ഇവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. 2 ആഴ്ചയ്ക്കുള്ള ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ട് എനിക്കും പ്രഷർ കൂടുതലായതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് പോയിട്ട് അത് നടക്കാൻ പറ്റാത്തതിലെ വിഷമത്തോടെയാണ് ഞങ്ങൾ 2 പേരും ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ വേറൊരു ദിവസം നോക്കാം, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ.